നമ്മുടെ മണ്ണാർക്കാടുള്ള ബെസ്റ്റ് മന്തി സ്പോട്ട് ഏതാ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും അഞ്ജുനെ ഇതളിനെ കൂട്ടിയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം മന്തി കഴിക്കാൻ വേണ്ടി ചെന്നാട്ടോ. അഞ്ജുനൊരു അൽഫാം മന്തിയും എനിക്ക് സാധാ ചിക്കൻ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ കുറേ നാളായി ചിക്കൻ മന്തി കഴിച്ചിട്ട്. എനിക്ക് അൽഫാം മന്തിയേക്കാളും ഇഷ്ടം ചിക്കൻ മന്തിയാണ് കേട്ടോ. പക്ഷെ നല്ല സ്പോട്ട് അധികം കിട്ടാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ട്രൈ ചെയ്യാറില്ല എന്ന് മാത്രം. നല്ല ചൂടുള്ള മന്തി റൈസിലേക്ക് കുറച്ച് മയനൈസും പിന്നെ കുറച്ച് സോസും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് ആ റൈസ് ഇങ്ങനെ കുഴ എന്നുള്ള രൂപത്തിലാകുമ്പോൾ ഒരു ചിക്കൻ്റെ പീസും കൂടി ഇങ്ങനെ എടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ചിക്കൻ ആണെങ്കിൽ അതും കൂട്ടിയിട്ട് റൈസ് ഇങ്ങനെ എടുത്തിട്ട് ഒരു പിടുത്തങ്ങോട്ട് പിടിക്കണം. അപ്പം കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നമ്മുടെ റൂട്ടിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവള് ഫുഡൊക്കെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ആംബിയൻസ് കണ്ടപ്പോഴേ മണ്ണാർക്കാട്ടിലെ എല്ലാവർക്കും ഷോപ്പിന്റെ നെയിമൊക്കെ പിടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ രണ്ടാമതും റൈസ് എടുത്തു, മൂന്നാമതും റൈസ് എടുത്തു, അവസാനം അഞ്ചു തോക്കുന്നത് വരെ നമ്മൾ റൈസ് എടുത്തോണ്ടിരുന്നു കേട്ടോ. ഇനി എനിക്ക് പറ്റില്ല എന്ന് അഞ്ജുനെ കൊണ്ട് പറയിക്കുന്നത് വരെ നമ്മൾ റൈസ് എടുത്തോണ്ടിരുന്നു. അഞ്ജുനെ എൻ്റെ ഭക്ഷണം കഴിച്ച് തോപ്പിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? പക്ഷെ ഇതെല്ലാം അത് പറ്റും. കണ്ടില്ലേ, ഞങ്ങൾ രണ്ടാളെയും വയറ് നിറഞ്ഞപ്പോഴാണ് മൂപ്പത്തേര് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവളെ കഴിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബൈത്തിൽ മന്തിയാണ് കേട്ടോ. ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ കോടതിപ്പടിയിൽ നിന്ന് വരാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ പമ്പ് കഴിഞ്ഞ ഉടനെ ഇടതുഭാഗത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടണേ. അടുത്ത വീഡിയോയിൽ കാണാം.